ഹായ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് വാഗമണിലേക്ക് ബൈക്കിലൊരു യാത്രയാണ് നമ്മൾ പോകുന്നത്. അരുവിത്തറ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വാഗമണിലേക്ക് സ്വാഗതം എന്നുള്ള ബോർഡ് നമ്മൾ എൻ്റർ ചെയ്തു. വീണ്ടും നമ്മളിനി ഒരു ഫ്രണ്ടിൻ്റെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ ലഞ്ച് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എത്തി നമ്മൾ. നല്ല ആംബിയൻസ് കേട്ടോ അവിടെ. അങ്ങനെ ഹോട്ടലിലെത്തിയതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് പ്ലാന്. അവർ നമുക്ക് നല്ല അടിപൊളി ലഞ്ചാണ് തന്നത്. അടിപൊളി ഹോം മെയ്ഡ് ഫുഡ് എന്ന് തന്നെ പറയാം. അപ്പം ചിക്കൻ ഫ്രൈ അങ്ങനെ കുറേ കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കിച്ചണിലൊക്കെ. ഫ്രണ്ട് ഹോട്ടലായതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിലൊക്കെ കയറി. അത് കഴിഞ്ഞ് പിന്നെ അവരോട് ബൈ പറഞ്ഞ് നമ്മൾ അവിടുന്ന് കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാൻ വേണ്ടിയിട്ട് പോയി. അതായത് നമുക്ക് ട്രാവൽസാണ്. അപ്പം അങ്ങോട്ടേക്ക് പാക്കേജ് കൊണ്ടുവരുമ്പം നമ്മൾ പാക്കേജ് കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് റൂംസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയത് തന്നെ. മെയിൻ ലക്ഷ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരുന്നു. അപ്പം നമുക്കൊരു ട്രിപ്പുമായി അതുപോലെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ ബുക്ക് ചെയ്യാനും പറ്റും. അതിനായിട്ട് നമ്മളെ അവിടെയുള്ള ഓരോ പ്രോപ്പർട്ടീസ് കാണിച്ചു തരും കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റീസുള്ള റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രോപ്പർട്ടീസിലുള്ളത്. നമ്മൾ സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രോപ്പർട്ടീസും കാണിച്ചു, അതുപോലെ അല്ലാത്തതും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളതൊക്കെ നോക്കിയതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ.
നമ്മൾ തിരിച്ച് പോകുന്ന വഴി എന്ന് പറയുന്നത് പുള്ളിക്കാനം വഴിയാണ്. അവിടെ അടിപൊളി നല്ല അതായത് ടീ പ്ലാന്റേഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ വഴി നമ്മൾ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ വഴി പോകണം. അടിപൊളി വ്യൂ ആണ്. എന്തായാലും എല്ലാവരും പോയി നോക്കേണ്ട ഒരു റൂട്ടാണ് കേട്ടോ പുള്ളിക്കാനം വഴി. അപ്പം തേയിലത്തോട്ടവും അതിൻ്റെ ഹാർവെസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് പോകുന്ന റൂട്ടിൽ കാണാൻ പറ്റി. നല്ല രസമായിരുന്നു. ബൈക്കിന് പോയതുകൊണ്ടൊരു പ്രത്യേക ഫീലായിരുന്നു. ഒരുപാട് ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു ക്ലൈമറ്റും എല്ലാമായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട അടിപൊളി ലേക്കാണിത്. ഒരുപാട് താമരയും പിന്നെ ടീ പ്ലാന്റേഷൻ്റെ ഏകദേശം നടുക്കായിട്ട് വരുന്നൊരു ലേക്കാണ്. എങ്ങനെയാണ് പറയുക, അത് നേരിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ ആയിരുന്നു അവിടുന്ന്. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി. ഫുൾ ടീ പ്ലാന്റേഷൻ തന്നെ, അതാണ് മെയിൻ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും അതൊരു പാർട്ടി ഗ്രാമമാണ് കേട്ടോ. ഒരു CPIMൻ്റെ പാർട്ടി ഗ്രാമമാണ്. ഫുൾ അവിടെ എന്തോ പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടു. ഭയങ്കര രസമായിരുന്നു. ആ റെഡ് ഫ്ലാഗ്സ് ഇങ്ങനെ ടീ പ്ലാന്റേഷൻ്റെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഒരു കോമ്പിനേഷനായിരുന്നു. റെഡും ഗ്രീനും കൂടി ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി. അപ്പോൾ അവിടെ കുറേ പേര് ഇരുന്നിട്ട് മറ്റേ ടീയുടെ ലീഫ് ഹാർവെസ്റ്റ് ചെയ്തിട്ട് അവരത് പാക്ക് ചെയ്യുന്ന സംഭവമൊക്കെ കണ്ടു. ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നമ്മൾ മുന്നോട്ട് പോയി. അവിടെ ഒരു ബോർഡ് കണ്ടു, പുള്ളിക്കാനം എസ്റ്റേറ്റ്. പിന്നെ അവിടെ ഒരു പുള്ളിക്കാനം എസ്റ്റേറ്റാണ് ആ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു ചേർച്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് പോയി. അവിടെയാണ് കറക്റ്റ് പാർട്ടി ഗ്രാമം എന്ന് പറയുന്ന ആ സെൻറ്ററിലെത്തി. അവിടുന്ന് പിന്നെ നമ്മൾ അടുത്ത് നമുക്ക് പോകേണ്ട റൂട്ട്, അത് അടുത്ത ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു റൂട്ട് തന്നെയായിരുന്നു. നമ്മൾ അങ്ങോട്ട് എൻ്റർ ചെയ്തു. ഒരുപാട് വാഗയൊക്കെ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. ഭയങ്കര രസം കേട്ടോ. ഇതൊക്കെ അതായത് നമ്മളിപ്പം എത്ര ഫോണിൽ ഷൂട്ട് ചെയ്താലും അതിൻ്റേതായ ഒരു ഭംഗി കിട്ടില്ല. അത് നമ്മൾ കറക്റ്റ് നേരിട്ട് പോയി തന്നെ കാണണം. എന്നാലേ നമുക്ക് കറക്റ്റ് വ്യൂവും കാര്യങ്ങളും എല്ലാം കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ ആയിരുന്നു നമുക്ക് കിട്ടിയത്. ആദ്യമായിട്ടാണ് നമ്മൾ ബൈക്കിൽ ഇത്രയും ദൂരം പോകുന്നതൊക്കെ തന്നെ. ഭയങ്കര രസമുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ
പോകുന്ന വഴിക്ക് നല്ലൊരു അരുവിയിലൊക്കെ നിർത്തി കുറച്ച് സമയം കളിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി, വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പം ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.